ഹലോ. നമ്മൾ ഒത്തിരി ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സമയമില്ലാത്തതല്ല, മടിയാണെന്നേ. മടി പിടിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് ലോങ് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഓഫ് കിട്ടി, അതും നൈറ്റ് ഓഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഹറമിൽ പോകാമെന്ന്. ഇനിയിപ്പോൾ ഹജ്ജൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ടാക്സിക്കൊക്കെ ഇപ്പോൾ നല്ല പൈസയാണ് ചോദിക്കുന്നത്. ബസ്സാകുമ്പോൾ 4 റിയാൽ കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് പോവുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ദേണ്ട ഹറമിൻ്റെ അവിടെ എത്തിയേട്ടാ. നമ്മൾ ഹറമിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ നടക്കണം കേട്ടോ. ഹറമിലോട്ട് കൗബയുടെയൊക്കെ എടുത്ത് പോകണമെങ്കിൽ കുറച്ചല്ല, നല്ല നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ദേണ്ട് നമ്മൾ ഹറമിലെത്തി. ഹറമിലിപ്പോൾ പൊതുവേ തിരക്ക് കുറവാണ്. ഇവിടെ ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പം സൗദിക്കാർക്ക് മാത്രമേ ഉംറയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാം. ഞങ്ങൾ ചെയ്തത് ID കാർഡൊക്കെ കാണിച്ചാട്ടോ. ഇവിടെ നല്ല ചെക്കിങ് ആണ്. തസ്തിരി ചോദിക്കുന്നുണ്ട്, ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ പോയി കേട്ടാ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഗേറ്റ് നമ്പർ 1 കൂടെ കൗബയുടെ അടുത്ത് കയറുന്നത്. നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റും. സാധാ ഗേറ്റ് നമ്പർ 79 കൂടെ പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കൗബയുടെ അടുത്ത് തന്നെ ചെല്ലും. പക്ഷേ ഗേറ്റ് നമ്പർ 1 എന്ന് വെച്ചാൽ നോക്ക്, നമ്മൾ നേരെ നോക്കുമ്പോഴേ നമുക്ക് കൗബ കാണാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലമായി. ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഗേറ്റ് നമ്പർ 1 കൂടെ കയറുന്നത് കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ നമ്മൾ കൗബയുടെ അടുത്തെത്തി. ഈ ഹറമിൽ ആദ്യമായിട്ട് വന്ന് നമ്മൾ കൗബ ആദ്യമായിട്ട് കാണുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറൊരു ലെവൽ തന്നെ കേട്ടോ. അത് നമ്മൾ അത് അനുഭവിച്ചറിയണം. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൗബ നോക്ക്, വെള്ള കളറിൽ വെള്ള കളറിലെ അത് കണ്ട. അതിപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതങ്ങനെ വെച്ചേക്കുന്നത്. ഹജ്ജ് കഴിയുമ്പോൾ അവർ ആ വെള്ള കളറിൽ അത് മാറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം തവാഫൊക്കെ ചെയ്തു. പിന്നെ അജറുൽ അസ്വദിൽ തൊടണമെന്നുണ്ടായിരുന്നു. പക്ഷേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ സമയമാണ് നമുക്ക് ഉംറ ചെയ്യാൻ പറ്റിയ സമയം. മക്ക റെസിഡൻസ് ഉള്ളവർക്ക് ഉംറ ചെയ്യാൻ പറ്റിയ സമയമാണ് കേട്ടോ. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ID പ്രൂഫൊക്കെ കയ്യെ വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാ. കാരണം ഇവർ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജിദ്ദയിൽ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഞങ്ങൾ കുറേ നേരം സമയമെടുത്ത് അവിടെ ഇരുന്ന് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ മഹ്‌രിബിന് വാങ്ക് വിളിച്ച് മഹ്‌രിബ് നിസ്കരിച്ചു. കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേയെന്ന് വെച്ചാൽ 2-3 മണിക്കൂർ ഞങ്ങളവിടെ വെറുതെ ഇരുന്നു. പക്ഷേ അതൊരു ഫീലാണ്. നമുക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടാണെന്ന് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പം പടച്ചോന് നമ്മൾ മാത്രം, അത് വേറൊരു ഫീലാണ് കേട്ടോ. അത് അനുഭവിച്ചറിയണം. ഈവൻ വേറെ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലും സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അത് തന്നെ. പിന്നെ ഇവിടെ വരുമ്പം നമ്മൾ കൂട്ടത്തിൽ വന്നാലും പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോകും. കാരണം ഭയങ്കര തിരക്കല്ലേ. അപ്പം ഞങ്ങൾ 3 പേരായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അവരും ആ തിരക്കിൻ്റെ അവിടെ പെട്ട് ഇങ്ങനെ 3 വഴിയില്ലായി. പക്ഷെ നമ്മൾ പറയും അറ്റ് ദി എൻഡ് എല്ലാം കഴിയുമ്പോൾ വാഷ്റൂം 3യുടെ അവിടെ വരണമെന്ന്, ഒരു കോമൺ പോയിന്റ് പറയും അവിടെ വരണമെന്ന്. അപ്പം ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടും. ഞാനിപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്ന സമയം പോകുന്നത് അറിയത്തില്ലെന്ന്. നമ്മൾ വൈകിട്ട് 4 മണിക്ക് വന്നയാ. തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ 8 മണി 8:30 ആയി. എന്നാലും നമ്മൾ ഹാപ്പിയാണ്, ഞങ്ങൾ 3 പേരും ഹാപ്പിയാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് അവരെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വാഷ്റൂം 3യുടെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം അവർ വന്നപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് എന്നാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമ്മുടെ ഐസ്ക്രീം ഷോപ്പിൻ്റെ അവിടെ പോയി. ഞാൻ ഈ ഐസ്ക്രീം ഷോപ്പിൻ്റെയൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഐസ്ക്രീം ആട്ടോ. എനിക്ക് ഇവിടുത്തെ മിക്സഡ് ഫ്ലേവർ ആയിരുന്നു ഇഷ്ടം. ഇവിടുന്ന് ഐസ്ക്രീമും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോയി. നമ്മൾ തിരിച്ചു പോകുന്നത് മക്ക ബസ്സിൽ തന്നെയാണേ. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ഭാഗ്യം ചെയ്തതാണെന്ന്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ എന്തോരം ആൾക്കാർ ഇവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ എപ്പോൾ ആഗ്രഹിച്ചാലും അവിടെ പോകാൻ പറ്റും. നമ്മുടെ മൈൻഡ് റെഡി അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിരിക്കാം. അതാണ് പടച്ചോനൊരു വലിയ സംഭവമാണല്ലേ. ഞാനിത് കുറേ ആഗ്രഹിച്ചാണ് കേട്ടോ. കുറച്ച് വൈകിയാണെങ്കിലും പുള്ളിക്കാരൻ എനിക്ക് തന്ന്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ.